അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസിമാരെ, മുസ്ലിമീങ്ങളെ, അത്യന്ത പ്രധാനപ്പെട്ടതും ഓരോരുത്തും നിർബന്ധമായിട്ടും മനസ്സിലാക്കണായ ഒരു വിഷയത്തിലേക്ക് ഉണ്ട് ഫൽക്ക വരെയുള്ളത്. കൊല ആക്കരുത്, ഒരാളെ കൊല്ലുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാം എന്തിനെ ചൊന്നതൈത്തിക്ക് നമുക്ക് പഠിക്കുള്ളത്. ഓരോ രാജ്യത്തിലും ശാന്തിയും സമാധാനവും നിർഭയത്വം ഉള്ളതായ ഒരു സാഹചര്യവും ഉണ്ടാവും. അത് ഓരോരുത്തരും അങ്ങനെ ആ ഒരു രീതിയുള്ളതായ പ്രയത്ന എടുക്കണു ചൊന്നതൈത്തിക്ക് ഇസ്ലാം പഠിപ്പാട്ടത്. മാത്രമല്ല, വർക്കത്തും ഇങ്ങനത്തെ ഒരാളെ കൊല്ലുന്നതാവട്ടെ, അല്ലെങ്കിൽ ഗലഭ ഉണ്ടാക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ രാജ്യത്തിൽ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തുന്നതായി ഇല്ലാണ്ടാക്കുന്നതായി ഏതൊരു സ്വരവും ആക്കുക തീരാ ചൊന്നതൈത്തിക്ക് ദീനുൽ ഇസ്ലാം പഠിപ്പാട്ടത്. കാരണം ദീനുൽ ഇസ്ലാമിന് ഏതൊരു നിയമ അള്ളാഹു സുബ്ഹാനഹു തആലരെ നിയമങ്ങളാവട്ടെ, റബ്ബുരെ നിർദ്ദേശങ്ങളാവട്ടെ, ഇതെല്ലാം നമുക്ക് പഠിപ്പാട്ടി തണ്ടത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എത്തിക്കരുത്, അത് നിലനിൽക്കുക വേണ്ടി എത്തിക്കരുത്. ഒരു മനുഷ്യരെ ജീവന അല്ലിട്ട അതേപോലെ ആ വ്യക്തിയുടെ ആദർശ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ബുദ്ധി, അവൻ്റെ അഭിമാനം, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണോ ചൊന്നതെത്തിക്കരുത് ഇസ്ലാം പഠിപ്പാട്ടതായ അത്യന്ത പ്രധാനമായ വിഷയം. ഇതെല്ലാം സംരക്ഷിക്കപ്പെടണുണ്ടായെങ്കിൽ സമാധാനവും ശാന്തിയും രാജ്യത്തിൽ ഉണ്ടാവും. ശാന്തി ഇല്ലാത്തതായ, നിർഭയത്വം ഇല്ലാത്തതായ, പേടിപ്പെടുത്തുന്നതായ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മനുഷ്യന്മാരെ സമ്പത്തിക്ക് ബലയില്ലാണ്ടാവും. അത് ഹലാക്കായിട്ട് പോണ്ടതായ സാഹചര്യം ഉണ്ടാവും. മനുഷ്യ ജീവനത്തിക്ക് ബലയില്ലാത്തതായ അവസ്ഥ ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം നിർബന്ധമായിട്ട് സംരക്ഷിക്കപ്പെടണു ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാക്കിയാണ്. അതെല്ലാം ഇല്ലാണ്ടാക്കരുതായിത്തിക്കര് ഇത്തരത്തിലുള്ളതായ ഒരാളെ കൊല്ലുന്നതാവട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതൊരു വിഷയം. അതുകൊണ്ട് തെറ്റിക്കർ അത്യന്ത പ്രധാനമായിട്ടും പഠിപ്പാട്ടിയത് ശാന്തി, സമാധാന, അതേപോലെ നിർഭയത്വം ഉള്ളതായ സാഹചര്യങ്ങൾ ഓരോ രാജ്യത്തിലും ഓരോ രാഷ്ട്രത്തിലും അതേപോലെ ഇടീ ദുനിയാവിനും ഉണ്ടാവുന്നു ചൊന്നതെത്തിക്കരും. ആയെങ്ക ദുനിയാവുരെ ചരിത്ര എടുത്തിട്ട് നോക്കിയെങ്കിൽ നമുക്ക് മനസ്സിലാവരുത്, ഇതിനെ ഇല്ലാണ്ടാക്കുക, നിർഭയത്വത്തെ ഇല്ലാണ്ടാക്കിയിട്ട് പേടിപ്പെടുത്തുന്നതായ സാഹചര്യം ഉണ്ടാക്കണം, അശാന്തി ഉണ്ടാക്കണം, അതേപോലെ ആൾമാർക്ക് സമാധാനം കിട്ടുക തീരാ ചെന്നിട്ടും എല്ലാ കാലഘട്ടത്തിലും പ്രയത്നാക്കിയതായ ചില തീവ്രമായിട്ട് ആലോചന ഉള്ളതായ, തീവ്രമായിട്ടുള്ളതായ ചിന്തന ഉള്ളതായ ചില ആൾമാരെ സ്വഭാവം അങ്ങനെ എത്തിയത്. ആൾമാരെ കൊല്ലുന്നത്, അതേപോലെ വെറുതെകളും രാജ്യത്തിൽ കോമുകലം ഉണ്ടാക്കരുത്, ഇങ്ങനത്തത് നിരന്തരമായിട്ട് ആക്കൃതായ വിഭാഗങ്ങൾ ഞങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ കണ്ടാ ചൊന്നതെത്തിക്കരുത്. അവിടെ എല്ലാം പലപ്പോഴും ഇത്തരത്തിലുള്ളതായ വിഷയം പറയുമ്പോൾ ഇസ്ലാം വരെ ഒരു ആരോപ്യ സ്ഥാനത്തിൽ നിപ്പാട്ടത് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കരുത്. ഇസ്ലാം എത്തിക്കര് ഇതിക്ക് കാരണ, മുസ്ലിമീങ്ങ എത്തിക്കാർ ഇതിക്ക് കാരണം അതിക്ക് ചില ഇസ്ലാം നാമധാരിമാർ അതിക്ക് വേണ്ടിട്ട് പേര് വെച്ചിട്ടും അല്ലെങ്കിൽ ആ രീതിയിൽ പണിയെടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കരുത്. യഥാർത്ഥത്തിൽ ഇസ്ലാമും ഇതും എന്തെങ്കിലും ബന്ധമുണ്ടാ, അല്ലെങ്കിൽ ഓരോ മുസ്ലിമും ഈ വിഷയത്തിൽ മനസ്സിലാക്കണ ഇതെന്തിന് നോക്കൊരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയെ ചരിത്ര നിരന്തരമായിട്ട് പഠിക്കണമോ മനസ്സിലാക്കണമോ എത്തിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയിൽ അത്യന്ത പ്രധാനമായ ദുആ എല്ലാത്ത കാണിട്ടും മുന്നലു അവിടുത്തിൽ നിന്ന് ദുആർന്നത് റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ രായത്തെ നീ അമ്നുള്ളതായ നിർഭയത്വമുള്ളതായ റായാക്കി തീർക്ക് ചൊന്നതെത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അത് ഇജാബത്ത് കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന, ഈ റായത്തെ ഞങ്ങൾ ആൾമാർ ഒട്ടി കൂടുകയും അതേപോലെ നിർഭയത്വം ഉള്ളതായ റായാക്കിയിട്ട് ഞങ്ങൾ തീർത്താ തെറ്റിക്കരുത്. വമൻ ദഖലഹു കാന ആമിന, ആർ ഈ റായത്ത് എൻട്രാവറാണ്
ಅವನು സുരക്ഷിതമായി ചൊന്നതൈത്തിക്കര് വഹാദൽ ബലദിൽ അമീൻ ഇത് നിർഭയത്വമുള്ളതായ അമ്നുള്ളതായ റായത്തിക്കര് ചൊന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ற മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാർന്നത് അതൈത്തിಂತು ಕಾರಣ ಎಲ್ಲಾತ ಕಾಂಟಿയും അത്യുന്നമമായിട്ട് ಬೇಣಾയത് അമ്നൈത്തിക്കര് നിർഭയത്വൈത്തിക്കര് ഒരാളൊട്ടിಗೆ ಸಂಪತ್ತಿಕ್ಕೂ അയാൾ ആരോഗ്യಕ್ಕೂ അയാളൊട്ടിಗೆ എല്ലാ വ്യവസ്ഥയും ഇന്നെത്തും നിർഭയത്വം ഇല്ല ಅಂಟಿಂದೆಂಗಿ ഒരു റായത്തിൽ ശാന്തി ഇല്ല ಅಂಟಿಂದೆಂಗಿ ഒരു റായത്തിൽ പേടിപ്പെടുത്തുന്നതായ സാഹചര്യം ഉണ്ടായെങ്കിൽ ഇതെല്ലാം ഇന്നത്തെ എന്ത് കാര്യം അയാളെ ഇബാദത്താവട്ടെ അല്ലെങ്കിൽ അയാളെ ദൈനംദിന ചട്ടുവട്ടിക്കാവട്ടെ അല്ലെങ്കിൽ ഏതൊന്നും പേടിയില്ലാണ്ട് ആക്കുക സാധ്യമാ ഇല്ല ചൊന്നതൈത്തിക്കര് നമുക്ക് എല്ലാവർക്കും ഗുന്തുള്ള ഒരു യാഥാർത്ഥ്യത്തിക്കര് മാത്രമല്ല ഖുർആനും സുന്നത്തും എടുത്തു നോക്കിയെങ്കിൽ എത്ര ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയത് നമുക്ക് കാണുക സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടത് മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബിഹി മുആഫൻ ഫി ബദനിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ ആർക്കെങ്കിലും അതാ സമാധാനം ഉണ്ട് അല്ലെണ്ടായി നിർഭയത്വമുള്ള സാഹചര്യം ഉണ്ട് അതേപോലെ ആരോഗ്യം ഉണ്ട് അണ്ടത്തെ നാൾക്ക് തിന്നുകേടായതായ ഫുഡ് ഉണ്ടായെങ്കിൽ ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ ദുനിയാവെല്ലാം കിട്ടിയതിക്ക് സമയത്തിക്കര് ചൊന്നതൈത്തിക്കര് കാരണം അടിസ്ഥാനപരമായിട്ട് വേണായതായ ഈ 3 വിഷയം അതിലൊന്നൈത്തിക്കര് നിർഭയത്വ പേടിയില്ലാത്തതായ സാഹചര്യ നോക്കൂ റായത്തിൽ കോമുകലവും ഗലാട്ടും അതേപോലെ ഏതെങ്കിലും ഒരു മൂത്ത് കൊല നടന്നിട്ടായെങ്കിൽ പേടിയില്ലാട്ടെ ഔത്ര പറത്തിലേക്കു സാധ്യ ഉണ്ടാ ഇല്ല ചൊന്നതൈത്തിക്കര് അതേപോലെ എവിടെ പോയെങ്കിൽ പേടിയെത്തിക്കര് മനുഷ്യന്മാർക്കുള്ളത് എന്തിരാവും എന്തിനേന് സംഭവിക്കുകൊണ്ട് ചൊല്ലേ പേടി നിരന്തരമായിട്ട് മനുഷ്യരെ മനസ്സിനുണ്ടാവൂ ചൊന്നതൈത്തിക്കര് അതുകൊണ്ട് അമ്മ ചൊന്നത് നിർഭയത്വ ചൊന്നത് ഇസ്ലാം അത്യന്ത പ്രധാനമായിട്ടും പഠിപ്പാട്ടിയതായ ഒരു വിഷയത്തിക്കര് അതുകൊണ്ട് ഓരോ റായത്തിലും നിർഭയത്വം ഉണ്ടാവുക വേണ്ടത് ദ്വാർക്രങ്ങും അതുക്ക് വേണ്ടത് കഠിനമായിട്ട് പരിശ്രമിക്കണങ്ങും ആവണം ഓരോ മുസ്ലിമും അല്ലാണ്ട് ആ റായത്തുള്ളതായ നിർഭയത്വം നഷ്ടപ്പെടുത്തിയിട്ട് അല്ലെണ്ടായെങ്കിൽ ആൾമാരെ പേടിപ്പെടുത്തുന്നതായ ഒരു ആ രീതിയുള്ളതായ ഒരു സാഹചര്യത്തിക്ക് എതിർ പണ്ടവണ് ആവുക തീരാ ഓരോ മുസ്ലിമും അതിക്ക് സപ്പോർട്ട് കൊടുക്കണവണു ആവുക തീരാ ചൊന്നത് ഞങ്ങ അടിസ്ഥാനപരമായിട്ട് ഞങ്ങ മനസ്സിലാക്കണായ വിഷയത്തിക്കര് നോക്കൂ ഈ ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലിം ചൊന്നിട്ട് അറിയപ്പെട്ടിട്ട് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കുക വേണ്ടിട്ട് ഇസ്ലാമിന്റെ ശത്രുമാർ ജാവും പോലും പണിയെടുക്കുമ്പോൾ ആ കാലത്ത് കൊത്തിറങ്ങ ആവുക തീര മുസ്ലിം ചൊന്നോണു ബദലൈത്ത് ഇതാ ഏതെങ്കിലും ഒർത്താക്കിയതായ ഒരു വിഷയം കൊണ്ടെത്തു ഇടീ ഇസ്ലാം കൈത്തിക്കര് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൈത്തിക്കര് ഖുർആനെതിരിത്തിക്കര് ആൾമാർ തിരിയരുത് അതിനെ തപ്പായിട്ട് മനസ്സിലാക്കുകയും അതിന്റെ വിഷയത്തിൽ ആൾമാരുടെ ഇടയിൽ ഗുന്തലം ഉണ്ടാക്കുകയും ചില ആൾമാർക്ക് സാധിക്കരുത് അതുകൊണ്ട് തുറക്കത്തും ആ രീതിയുള്ളതായ പ്രയത്നത്തിക്ക് ഒരു മുസ്ലിം ആയോണു എതിർ ഉണ്ടാവുക തീര അതിലെല്ലാത്തിൽ നിന്ന് വിട്ടു നിൽക്കണം കാരണം ഇത് ഞാവുൾ കൊല്ലണ്ടേ ചൊല്ലറെ ന്യായങ്ങൾ ചില ആൾമാർ ചൊല്ലുവാറ് അല്ലെങ്കിൽ അങ്ങനത്തെ ന്യായങ്ങൾ ചൊല്ലുമ്പോൾ മനസ്സിലാക്കണായത് ഖിസാസ് ചൊന്നത് ഇസ്ലാം പഠിപ്പാട്ടിര് ആ പഠിപ്പാട്ടി ഇസ്ലാമെ എങ്ങനെ തിക്കര് ഖിസാസാക്കണായത് ഏത് റായത്തിലെ തിക്കര് ഏത് രൂപത്തിലെ തിക്കര് ആരെ തിക്കര് ഖിസാസാക്കോട് ചൊന്നത്തും ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പാട്ടിര് ആരെങ്കിലും മനസ്സ് വന്ന പോലെ ആക്കുകൊല്ലതല്ല ഖിസാസ് ആരെങ്കിലും ആക്കുകൊല്ലതല്ല കൃത്യമായിട്ട് അതിന്റെ മാനദണ്ഡം ഇസ്ലാം പഠിപ്പാട്ടിര് ചൊന്നത് ഞങ്ങൾ തിരിച്ചറിയണം ചൊന്നത് തിക്കര് ഒരു വ്യക്തിയെ കൊല്ലത് ചൊന്നത് അത് നിസ്സാരമായ ഒരു വിഷയമല്ല അത്യന്ത ഗൗരവത്തിലെ തിക്കര് ഇസ്ലാം അതിനെ പഠിപ്പാട്ടത് നോക്കൂ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനത്തുൽ ഇസ്ലാം അതിനെ അത്യുന്നതമായ അനുഗ്രഹത്തിൽപ്പെട്ടത് തിക്കര് നിർഭയത്വ ശാന്തി സമാധാന ചൊന്നത് അതിനെ ഇല്ലാണ്ടാക്കുക ആർക്കും അനുമതിയില്ല മാത്രമല്ല ഈ ദുനിയാവിലും പരലോകത്തിലും അതിനെ ഇല്ലാണ്ടാക്കക്ക് വലിയ ശിക്ഷ തിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു വെച്ചിട്ടുള്ളത് അത്യന്ത ഗൗരവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണം കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തെ ശാപവും അങ്ങനെ ബേജാറും അങ്ങനെ ആ കണ്ണിര തണ്ണിയും ആ ഓർക്കത്തും കൊന്ന ആൾമാർക്ക് തട്ടാണ്ട പോവലെ ചൊന്നത് ഞങ്ങൾ മനസ്സിലാക്കണായ വിഷയത്തിക്കര് ഒരു വ്യക്തിയെ കൊല്ലരെ ചൊന്നത് അത് നിസ്സാരമല്ല അത് ഇടീ മനുഷ്യരെ കൊന്നതിക്ക് സമയത്തിക്കര് ചൊന്നത് ഖുർആൻ പഠിപ്പാട്ടിര് ഇത് പഠിപ്പാട്ടിയതായ ഈ ഖുർആൻ ആൾമാർക്ക് ഒരു വ്യക്തിയെ കൊല്ലുക എങ്ങനെ സാധിക്കൂ ഏതെങ്കിലും ഒരു റായത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്മാരമാ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട് ഈ രീതിയിലുള്ളതായ പ്രവർത്തന ആക്കുക സാധിക്കലേ അതുകൊണ്ടു ഇസ്ലാമും ഇതും സംബന്ധം ഇല്ല അതുകൊണ്ട് പിർസത്തെ ഉമ്മമാരെ പിർസത്തെ അബ്ബമാരെ ഞങ്ങളെ മക്കൾക്ക്
ഈ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് പഠിപ്പാട്ടണം. ഇസ്ലാം പഠിപ്പാട്ടത് നോക്കൂ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഒരു മനുഷ്യ ಏನೊರ್ತಾರೆ കൊന്നേಟಾയെങ്കിൽ അത് ആരും തല്ല, ഏത് ജാതിയിರೋನು ഏത് ദീനിರೋನು തല്ല, മനുഷ്യരെ കൊന്നേಟಾയെങ്കിൽ ഇടീ മനുഷ്യന്മാരെ കൊന്ന പോലെ തിക്കര് ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരെ കൊന്നതിക്ക് സമാനായി തിക്കര്. കാരണം പടച്ച റബ്ബ് കൊടുത്തതായ റൂഹ് എടുക്കവും ആർക്കും അധികാര ഇല്ല. റഹ്മാനായ റബ്ബ് തീരുമാനിക്കണോ ആ മനുഷ്യരെപ്പ മരിപ്പാട്ടണോ ചൊന്നത്തു. അതേ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത റൂഹ് എടുക്കവും ആർക്കും അധികാര ഇല്ല. അങ്ങനെ ഒരാൾ എടുത്തായിട്ടായെങ്കിൽ അവನು ദുനിയാവിനുള്ള എല്ലാ മനുഷ്യന്മാരെ കൊന്നതിക്ക് സമാനായി തിക്കര്. എന്നോർത്താർക്കും ജീവ കൊടുത്തേണ്ടായെങ്കിൽ അവനെ രക്ഷിച്ചേണ്ടായെങ്കിൽ ഇടീ ദുനിയാവിലുള്ളതായ മനുഷ്യന്മാരെ രക്ഷിച്ചതുപോലെ ഇത്ര അതിസുന്ദരമായിട്ടുള്ളതായ ഈ പൽക്ക ഖുർആൻ അല്ലാത്ത വേറെ ഏത് ദീനിനക്ക് വേറെ ഏത് ഗ്രന്ഥത്തിക്ക് അവകാശവാദ ചൊല്ലുക സാധിക്കൂ ഇല്ല. ഒരു മുസ്ലിമിന്റെ നിലപാട് ഇതൈ തിക്കര് തീർന്നിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലുന്നത് ഈ ദീനിൽ ഒരാൾക്ക് സ്ഥാനം ഉണ്ടുണ്ടായെങ്കിൽ അവൻ എന്താക്കണു ആരും കൊല്ലുക തീരാ ചൊന്നതൈ തിക്കര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടത് ലാ യസാലുൽ മുസ്ലിമു ഫീ ഫുസ്ഹതി മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമാ. ഒരു മുസ്ലിമായി അവൻകു ഈ ദീനിൽ സ്ഥാനം ഉണ്ടുണ്ടായെങ്കിൽ അല്ലെങ്കിൽ അവൻകു ഒരു മുസ്ലിമായിട്ട് ചെയ്യിക്കണുണ്ടായെങ്കിൽ അവൻ എന്താക്കൂ തീരാ ആൾമാരെ മനുഷ്യന്മാരെ ചോരെടുക്കുക തീരാ. മനുഷ്യന്മാരെ ചോരൽ നിಂತು അവൻ സംരക്ഷിക്കപ്പെടണു ചൊന്നതൈത്തിക്കര് അഥവാ ഒരുത്തരെ അവൻ കൊല്ലുക തീരാ ചൊന്നതൈത്തിക്കര് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടത്. മാത്രമല്ല അല്ലാഹു റസൂൽ പഠിപ്പാട്ടിത്ത് മൻ ഹമല സിലാഹ ഫലൈസ മിന്നാ. ആയുധം എടുക്കണോണു ഞങ്ങളിൽ പെട്ടവനല്ല ചൊല്ലി മുസ്ലിം അല്ല ചൊല്ലുற അർത്ഥത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിത്ത്. മാത്രമല്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയതായ എത്ര വിഷയങ്ങൾ ഇതിൽ കാണുക സാധിക്കര്. ഏതെങ്കിലും ഒരു ആയുധ മൂർച്ച ഉള്ളത് ഇങ്ങനെ എതിർക്ക് കാട്ടിത്ത് പോകണ്ട, അത് ഉൾഗാക്കിത്ത് വെച്ചിട്ട് പോച്ചൊന്നു അല്ലാഹു റസൂൽ പഠിപ്പാട്ടിയത് കാണുക സാധിക്കര്. കാരണം എന്തെങ്കിലും ഒരു തപ്പിത്ത് പോട്ടു ആർക്കായും അത് കൊണ്ടെത്തു ഏതെങ്കിലും ഒരു ഉപദ്ര ആയിപ്പോയണ്ടാ ചൊന്നത്തു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയത് കാണുക സാധിക്കര്. യുദ്ധത്തെ സന്ദർഭത്തിൽ പോലും കൃത്യമായിട്ടുള്ള മാർഗദർശന കൊടുത്തത് നമുക്ക് കാണുക സാധിക്കര്. ഇതെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടി തിക്കുമ്പോൾ അതിന് അനുയായിമാർക്ക് ഒരു മുസ്ലിമായ ഉണ്ടു ഒരു യഥാർത്ഥ മുസ്ലിമു എങ്ങനെ മനുഷ്യന്മാരെ കൊല്ലുക സാധിക്കരെ ഓർക്കത്തും ഒരാളെയും കൊല്ലുക ഉണകു സാധിക്കല ചൊന്നതൈത്തിക്കര്. തീവ്രമായിട്ടുള്ള ചിന്തന ഇസ്ലാംഗോದು ഒരു ബന്ധവും ഇല്ല. തീവ്രമായിട്ട് ചിന്തന ആക്കുന്നതായ ഈ തീവ്രവാദിമാർ ഭീകരവാദിമാർ ഉഗ്രവാദിമാർ അങ്ങ് ഈ ദുനിയാവ് കൊടുത്തതായ ഗിഫ്റ്റ് ആയെങ്കിമെന്തിരെ കൊടുകെന്തിരെ അങ്ങത് എന്തുമില്ല. ബദലായിട്ട് ഇങ്ങനെ കുറെ ആൾമാരെ കൊന്നെത്തും ഇസ്ലാമും മുസ്ലിമും ഇല്ലാത്ത പേരെത്തിക്കര് അങ്ങ അതിന്റെ പേരിൽ ആൾമാർ തപ്പുധാരണയ്ക്ക് പോണ്ടതായ സാഹചര്യം മാത്രം എത്തിക്കര് ഇങ്ങനത്തെ ആൾമാർ ഉണ്ടാക്കിയത്. മാത്രമല്ല ഇസ്ലാം അത്യന്ത ഗൗരവത്തിൽ പഠിപ്പാട്ടിയ ഒരു വിഷയത്തിക്കര് അൽ മുഹാറബ ചൊന്നത് അഥവാ സമാധാനം നഷ്ടപ്പെടുത്തണോന്നും അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതായ ഭയം ഉണ്ടാക്കുന്നതായ അന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണോണു. അതേപോലെ ആൾമാരെ എടുങ്ങേറാക്കണോണു. ആ രീതിയുള്ള ശിക്ഷ ഇസ്ലാം പഠിപ്പാട്ടിയത് ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു. അല്ലാഹും അവന്റെ റസൂലിനെയും യുദ്ധ സമരത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഫലം വയസ്ഔന ഫിൽ അർളി ഫസാദ. അതേപോലെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നതായ അതുമായിട്ട് വ്യാപകമായിട്ട് നടക്കുന്നതായ ആളുകളിലെ പ്രതിഫല എന്തിരെ അവർക്ക് ദുനിയാവിലെത്തിക്കര് അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷയെ വിശുദ്ധ ചൊന്നത് അയ്യുഖത്തലു ഔ യുസല്ലബു. അതെ ഒന്നെങ്കിൽ അവനെ കൊല്ലണു അല്ലെങ്കിൽ അവന്റെ ശിലുവಗೆ ഏർപ്പാട്ടണു. ഔ തുഖത്ത ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ. അതെ അവന്റെ കൈകാലരെ വിരുദ്ധ ദിക്കിലേക്ക് ആ കൈകാലരെ കട്ടാക്കണു ചൊന്നതൈത്തിക്കര്. ഔ യുൻഫഉ മിനൽ അർള് അങ്ങനത്തെ അങ്ങനെ റായത്തിൽ നിന്ന് ഓടുപാട്ടണു റായത്തിൽ നിന്ന് പുറത്താക്കണു. കാരണം അങ്ങനെ കൊന്നില്ലേണ്ടായെങ്കിൽ അങ്ങനെ ബുട്ടേണ്ടായെങ്കിൽ അങ്ങനെ റായത്തിൽ നിന്ന് പുറത്താക്കില്ലേണ്ടായെങ്കിൽ എന്താക്കുവാറ് അങ്ങനത്തെ പിന്നും ഈ ദുനിയാവിന് ഫസാദാക്കിയിട്ട് അതേപോലെ റായത്തിൽ ഫസാദാക്കിയിട്ട് അശാന്തിയുടെ വാതാവരണം ഉണ്ടാക്കുവാറ് ആൾമാരെ പേടിപ്പെടുത്തുന്നതായ സാഹചര്യം ഉണ്ടാക്കു ചൊന്നതൈത്തിക്കര്. അതുകൊണ്ട് ഇത് ദാലികലഹും ഖിസിയും ഫിൽ ദുനിയ ദുനിയാവുൽ അല്ലാഹു കൊടുക്കരെ നിന്ദതൈത്തിക്കര് ഇങ്ങനത്തെ വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം.
ആഖിറത്തിലാവട്ടെ അങ്ക് നമ്മളേറിയ ശിക്ഷ ഉണ്ട് ചൊന്നിത്തു അല്ലാഹു സുബ്ഹാനഹു തആല അഥവാ ഉന്നതമായ അല്ലെങ്കിൽ അത്യന്ത ഭീകരമായ ശിക്ഷ ഉണ്ട് ചൊന്നിത്തു അല്ലാഹു സുബ്ഹാനഹു തആല പടിപ്പാട്ടത് നമുക്ക് കാണുക സാധിക്കരുത്. നോക്കൊരു സഹോദരന്മാരെ, എത്ര ഗൗരവത്തിലേക്ക് ഇസ്ലാം പടിപ്പാട്ടിയത്. ദുനിയാവിൽ ഫസാദാക്കിയിട്ട് നടக்கிறங்க, ദുനിയാവിൽ ശാന്തിയും നിർഭയത്വം നഷ്ടപ്പെടുത്തുന്നതായ ആൾമാർക്കുള്ള ശിക്ഷ ഇസ്ലാം പടിപ്പാട്ടിയത് ഇതായിത്തിക്കര്. ഒരുത്തരെ കൊന്നവൾക്കുള്ള ശിക്ഷ ഇസ്ലാം പടിപ്പാട്ടിത്ത്. അങ്ങനെ ഇത്രയേറെ ഓരോ രാജ്യത്തിലും ആ ഓരോ രാഷ്ട്രത്തിലും ശാന്തിയും സമാധാനവും നിലനിൽക്കുകയും അത്യന്ത പ്രാധാന്യത്തോടു കൂടിയിട്ട് പടിപ്പാട്ടിയത് ഇസ്ലാം ಐತಿಕ್ರೆ. ആയങ്ക ಇಂದು ഭയങ്കര ಬೇಜಾರ വിഷയം ഇസ്ലാമിന്റെ പേര് ഈ എല്ലാ വിഷയത്തും എടുത്തുകൊണ്ടത് ചില ആൾമാരെ അജണ്ട ഉണ്ടായെങ്കിൽ അത് നിണ്ടു കൊടുക്കുന്നതായ ചില പേര് മുസ്ലിമീങ്ങൾ ഉള്ളാറ് ചൊന്നത് അത്യന്ത ഖേദകരൈത്തിക്കര്. അവിടെല്ലാം ഞങ്ങൾ മനസ്സിലാക്കണായത് ഞങ്ങളെ വിശ്വാസത്തിൽ പെട്ടതൈത്തിക്കര്. ആഖിറത്തിലുള്ള വിശ്വാസ ഈ ദുനിയാവിലും നീതി കിട്ടണു ന്യായ കിട്ടണു ചെന്നെങ്കിൽ ഒർക്കത്തും പൂർണ്ണമായ ന്യായ ഈ ദുനിയാവിൽ കിട്ടല. അതുകല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറത്ത് തയ്യാറാക്കി വെച്ചത്. ഈ ദുനിയാവിലും ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുള്ളതൊന്നൈത്തിക്കര് ഹസ്ബുനല്ലാഹ് നങ്കല്ലാഹു മയ്യാഹു നങ്കല്ലാഹു മയ്യാഹു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ ബേജാറാവണ്ട, അല്ലാഹു ഞങ്ങളൊട്ടികുള്ള ചൊന്നതൈത്തിക്കര്. അല്ലാഹു ഞങ്ങളൊട്ടികുള്ള അല്ലാഹുരെ സഹായം ഞങ്ങൾക്കുണ്ട് ചൊന്നതൈത്തിക്കര്. അതേ ഞങ്ങൾ ആ വിശ്വാസം ഞങ്ങൾ ഗട്ടിയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ചൊന്നതൈത്തിക്കര്. വർക്കത്തിക്കും ഈ തരത്തിലുള്ള ഏതൊരു പ്രവർത്തിക്കും ഞങ്ങൾ എതിർ ബറകു തീരാ ചൊന്നതൈത്തിക്കര്. ബദലൈത്ത് ഇങ്ങനത്തതായ അക്രമവും അന്യായവും ആ രീതിയിൽ കൊലങ്ങും ആക്കൃതായ ആൾമാർക്ക് ഈ ദുനിയാവിനു എടുത്തു കൊടുക്കുക പോലത്തതായ ആ ന്യായയുക്തമായിട്ടുള്ളതായ ശിക്ഷ എന്തുണ്ടാ அதுக்கு வேண்டி போராடுறங்க ஆகணும். அல்லாண்ட கொன்னோண்டே கொல்றே அடிச்சோண்டே அடிக்கிறே சொன்னதாய ஒரு சாഹചര്യத்துக்கு எத்தேன்ட்டாயங்க. ഈ രാജ്യത്തിൽ ശാന്തി ഇക്കുക, ഈ രാജ്യത്തിൽ സമാധാനം ഇക്കുക, ഈ രാജ്യത്തിൽ നിർഭയത്വം ഇക്കുക. ഇത് ഇല്ലാണ്ടിന്നെങ്കിൽ മനുഷ്യരെ സമ്പത്തുക്ക്, മനുഷ്യരെ ജീവത്തുക്ക്, മനുഷ്യരെ ബുദ്ധിക്ക്, മനുഷ്യരെ അഭിമാനത്തുക്ക്, മനുഷ്യരെ ചോരക്ക് വില ഇല്ലാണ്ടായി പോവും. അങ്ങനെ ആയിട്ടായെങ്കിൽ അവൻ്റെ ഇബാദത്താവട്ടെ, അവൻ്റെ ദഅവത്താവട്ടെ, അവൻ്റെ ആ രീതിയിലുള്ളതായ ദൈനംദിന ചട്ടുവട്ടിക്കാവട്ടെ ഏതൊന്നും മനസാന്നിധ്യത്തോടു കൂടിയിട്ട് ആക്കുക സാധ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാം പടിപ്പാട്ടിയതായ ഖിസാസെല്ലാം അതിൻ്റെതായ സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ആറ് നടപ്പിലാക്കണം ചെന്നിട്ട് പോലും ഇസ്ലാം പടിപ്പാട്ടിയത്. അതുകൊണ്ട് ഈ വിഷയത്തെ കൃത്യമായിട്ട് ഓരോ അബ്ബമാരും ഓരോ ഉമ്മമാരും ഓരോ ബാലക്കാർമാരും കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പടിപ്പാട്ടി കൊടുക്കണം ചെന്നിട്ടു എല്ലാവരൊട്ടിയും നെനപ്പാക്കരെ. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ രാജ്യത്തിൽ ശാന്തിയും സമാധാനവും അതല്ല ഇടീ ദുനിയാവിനും ശാന്തിയും സമാധാനവും നിർഭയത്വം അല്ലാഹു ഇട്ട് തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.